പിന്നെ ആരെയാ താരതമ്യം ചെയ്തത്? ഹിറ്റ്ലറുമായിട്ട് താരതമ്യം ചെയ്തു. നോക്കൂ, എന്തൊരു വൈരുദ്ധ്യമാണ്. ആരെയാണ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്? ഹിറ്റ്ലറെയും ആരെയുമാണ് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്? 1933 ജർമ്മനിയിൽ എങ്ങനെയാണ് ഹിറ്റ്ലർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ജർമ്മനിയിലെ പാർലമെന്റിന് കമ്മ്യൂണിസ്റ്റുകാര് തീ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഹിറ്റ്ലർ അവിടെ ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഹിറ്റ്ലർ അവിടെ മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ സെൻസർ ചെയ്തു. അതിനുശേഷം ഹിറ്റ്ലർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നടപടികൾ പാർലമെന്റിനകത്ത് വിജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട് പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ജയിലിലടച്ച ശേഷം അദ്ദേഹത്തിന് വേണ്ട പരിഷ്കരണങ്ങൾ വരുത്തി. അതിനുശേഷം ഗീബൽസ് പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം 25 പരിപാടി നടപ്പാക്കി. 25 പരിപാടി ജർമ്മനിയുടെ വികസനത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഗീബൽസ് പറഞ്ഞു, ഹിറ്റ്ലറാണ് ജർമ്മനി, ജർമ്മനിയാണ് ഹിറ്റ്ലർ. ഇനി നിങ്ങൾ ഇന്ത്യയിലേക്ക് പരിശോധിക്കുക, ഇതേ കാര്യം ഇവിടെ ചെയ്തതാരാ? ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മാതൃഭൂമി അടക്കമുള്ള സകല മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടി. അതിനുശേഷം പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു. 20 കർമ്മ പരിപാടി പ്രഖ്യാപിച്ചു. അപ്പം മകൻ സഞ്ജയ് ഗാന്ധിക്ക് തോന്നി പോരാ, 5 എണ്ണം കൂട്ടി പ്രഖ്യാപിച്ചു. അങ്ങനെ ഹിറ്റ്ലറുമായി സമമായി 25 പരിപാടി പ്രഖ്യാപിച്ചു. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ബറൂച്ച പറഞ്ഞു, ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ. അപ്പൊ ഹിറ്റ്ലറും ആരും തമ്മിലാണ് താരതമ്യമുള്ളത്? ഹിറ്റ്ലറും ഇന്ദിരാഗാന്ധിയും തമ്മിലാണ് താരതമ്യപ്പെടുത്തേണ്ടത്. ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് ഭരണഘടനയും ഇല്ലാതാക്കി പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച് ഈ മാധ്യമങ്ങളെ മുഴുവൻ സെൻസർ ചെയ്ത്. അന്ന് അദ്വാനിജിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട്, ഇന്നും പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. മാധ്യമങ്ങളോട് കുനിഞ്ഞു നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്, പക്ഷെ മുട്ടിലിഴഞ്ഞു. കേരളത്തിൽ പ്രത്യേകിച്ചും